ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ക്രിസ്മസ് വെക്കേഷനൊക്കെയാണ്. അപ്പം നമ്മൾ എന്താ പറയുക, അത് ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി നമ്മളൊന്ന് എന്താ പറയുക, ഒരു ചാല് നമ്മളിങ്ങനെ ഓവ് ചാലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലേക്ക് അങ്ങ് പോകാമെന്ന്. നമ്മളിങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന അത് നമ്മൾ ചാലെന്നാണ് പറയുന്നത്, പുഴയല്ല. അപ്പോൾ എന്താ പറയുക, അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. വൈകുന്നേരമായി ഒരു 6 മണിയൊക്കെ എന്താ പറയുക ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതിലേക്ക് കുളിക്കാൻ വേണ്ടി പോവാന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഉണ്ട്. ഞാനങ്ങനെ എന്താ പറയുക, വെക്കേഷൻ നമ്മൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇളയപ്പൻ്റെ മക്കളൊക്കെ ഉണ്ട്, അവരെ മക്കളുണ്ട്, എല്ലാവരും കൂടി ആകുമ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒഴുകിപ്പോകുന്ന ചാലെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം മഴയൊക്കെ കുറഞ്ഞുകൊണ്ട് അതിൽ വെള്ളം അങ്ങനെ ഉണ്ടാവില്ല. ഇതിൽ മഴയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര വെള്ളമാണ്. അപ്പം എന്താ പറയുക, ഇപ്പം കുറച്ച് കുറവാണ്. അപ്പം നമുക്ക് സാധാരണ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ആകുമ്പോൾ നീന്തി പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഇതിലിപ്പോൾ നമ്മൾ കൈയൊക്കെ കുത്തി നമ്മൾ സ്വയം നീന്താൻ പഠിക്കലാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ പിള്ളേർ വെള്ളത്തിലിറങ്ങി 2 പിള്ളേർ അപ്പുറത്ത് കുളിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഇതിലിപ്പം ഇനി 2 ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ അപ്പുറത്തൊരു പാലമുണ്ട്. അപ്പോൾ അതിൽ നിറയെ പലക ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൽ ഒഴുകി വന്ന വെള്ളമെല്ലാം കെട്ടിക്കിടക്കും. അപ്പോൾ വേനൽക്കാലത്ത് എന്ന് വെച്ചാൽ ഇതിൽ കെട്ടിക്കിടന്ന വെള്ളം ഇവിടെയുള്ള തോട്ടത്തിനൊക്കെ എല്ലാവരും കൂടി ഇതിൽ പൈപ്പ് വെച്ചിട്ട് അടിക്കലാണ്. അപ്പോൾ അതുപോലെ താഴെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിലേക്കൂടെ ഒഴുകി താഴോട്ടും പോവും. അപ്പോൾ എന്താ പറയുക, ഇപ്പം തന്നെ വെള്ളം കുറഞ്ഞിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ പലക ഇടുമ്പം ഇതിൽ കൂടി വരും. അപ്പോൾ അന്നേരം പിന്നെ ഇതിലിങ്ങനെ കുളിക്കാനൊന്നും പറ്റൂല എന്നല്ല, വലിയവരൊക്കെ അങ്ങ് കുളിച്ച് പോകും, കുഞ്ഞുങ്ങളൊന്നും പോവില്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ മുങ്ങി താണു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഹൈറ്റിൽ വെള്ളം എത്തും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ കൈ കുത്തിയിട്ട് എന്താ പറയുക, നീന്താൻ പഠിക്കലാണ്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ആഴമുണ്ട്. അത് മേലേക്ക് കയറി വരും തോറും വെള്ളം കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അലക്കലും എല്ലാം ഇവിടുന്ന് തന്നെയാണ്. അലക്കി ഇതുപോലെ ഇട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണങ്ങാനും ഇടും. അപ്പോൾ എന്താ പറയുക, ഒരുപാട് വെയിലൊന്നും കൊള്ളില്ല. ഇതിൻ്റെ നടുക്കായതുകൊണ്ട് ബാക്കി കവുങ്ങ് അപ്പുറം ഇപ്പുറം തെങ്ങ് ഇതൊക്കെ ആയതുകൊണ്ട് തണലൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വൈകുന്നേരം ആകുമ്പോൾ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. ഒന്നാമത് ഈ ഡിസംബർ മാസം കൂടി ആകുമ്പം എന്താ പറയുക, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് കുളിച്ച് എന്താ പറയുക, പണ്ട് മുതലേ എല്ലാവരും ഈ പ്രദേശത്തിൽ എല്ലാവരും ഇവിടുന്ന് അലക്കലും കുളിക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നല്ല തന്നെയാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, നമ്മൾ ഇതിൽ നീന്തി കുളിക്കണമെന്നില്ല ആഗ്രഹം കൊണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇത് ചെറുപ്പത്തിലാണ് ഇതിൽ കുളിച്ചത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹം വെച്ച് പോയതാണ്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് ഇവർക്കൊക്കെ ഭയങ്കര വെള്ളത്തിൽ ഇറങ്ങാൻ പോകുമ്പം തണുപ്പാണ്. അങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തണുത്ത് വിറച്ചിങ്ങനെ നമ്മുടെ ചുണ്ടും പല്ലും ഒക്കെ ഇങ്ങനെ കടിച്ചിങ്ങനെ ഉണ്ടാവുന്നില്ല, വർത്തമാനം പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത്ര തണുപ്പാണ്. അപ്പോൾ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഈ കുറച്ച് വെയിലൊക്കെ അടിച്ചപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിന് കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉച്ച സമയത്ത് നല്ലതാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പം ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുളിയും മലയൊക്കെ അലക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിത് പോവലായി. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.